നമസ്കാരം. നമ്മളിന്നുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിൽ ഇപ്പോൾ കാപ്പി പൂത്ത് കിടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഈ കാപ്പി പൂക്കുന്ന സമയത്ത് എന്താണ് സ്പ്രേ കൊടുക്കുക, എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൽ നമുക്ക് ബയോളജിക്കലായിട്ട് ബയോസ്റ്റിമുലൻ്റ് ആയിട്ട് എന്ത് കൊടുക്കും, ആ ഒരു ചോദ്യത്തിനാണ് നമുക്ക് 5G എന്നുള്ള ഒരു ഉത്തരവുള്ളത്. 5Gക്ക് എന്തൊക്കെയാണ് 5Gയിൽ വരുന്നത്? നമുക്ക് വരുന്നത് ഓക്സാലിക് ആസിഡ് വരുന്നുണ്ട്, സക്സീലിക് ആസിഡ് വരുന്നുണ്ട്, അമിനോ ആസിഡ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടം നമ്മളുടെ ഓർഗാനിക് സോഴ്സസ് കയറി വരുന്ന ഒരു നമ്മളുടെ ഒരു ബയോസ്റ്റിമുലൻ്റാണ് 5G. കൂടാതെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് വരുന്ന മൈക്രോഗ്രാംസിൻ്റെ അകത്ത് വരുന്ന NPK ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് വരുന്ന മൈക്രോ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു ബയോടോണിക് അല്ലെങ്കിൽ ബയോസ്റ്റിമുലൻ്റ് ആണ് നമുക്കെന്താ 5G എന്ന് പറയുന്നത്. അപ്പോൾ 5G നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ പൂവിനെ മാക്സിമത്തിലേക്ക് നമുക്ക് വിരിയിപ്പിച്ചെടുക്കാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് ഈ ഷെഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ റെക്കകളിൽ ഫുള്ളായിട്ട് നമുക്കുള്ള പൂവിൻ്റെ ഒരു തിക്നെസ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബെറീസിൻ്റെ എണ്ണവും അതേപോലെ തന്നെ ബെറീസിൻ്റെ സൈസും നമുക്ക് മാക്സിമത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ചെടിയെ സഹായിക്കുകയും ചെയ്യും. നമുക്കറിയാം നമ്മുടെ ചെടി എന്ന് പറയുന്നത് ഒരു നല്ലൊരു സ്ട്രെസ്സിന് ശേഷമാണ് ഈ പൂവ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ അകത്തുനിന്ന് നമുക്ക് മാക്സിമത്തിലേക്ക് നമ്മളുടെ ഈൽഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ചെടിയെ ഉത്തേജിപ്പിക്കാനും നമുക്ക് ഈ ഒരു 5Gൻ്റെ അകത്തുനിന്ന് സാധിക്കും. കൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഫംഗസ് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു മഴ ഇടയിൽ വന്നു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ രീതിയിലുള്ള ഒരു മഞ്ഞിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നമുക്ക് സാധാരണ ഗതിയിൽ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതേപോലെ പൂവ് നിന്ന് പോയിട്ട് ഒരു ചെറിയ അഴുകലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ 5G കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്യൂഡോമോണസ് അതല്ലെങ്കിൽ ബാസിലസ് സബ്സ്റ്റിറ്റൻസ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഭികാമ്യമാണ്. അത് കെമിക്കൽ കൊടുക്കുന്ന സമയത്ത് വെച്ചാൽ കെമിക്കലിൻ്റെ കൂടെ ഇതൊരു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നമുക്ക് അതിനൊരു റെസിസ്റ്റൻസ് പവർ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മളിത് കൊടുക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഫംഗസ് ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനൊക്കെ നമുക്ക് നമ്മുടെ പൂവിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇൻഫെക്ഷൻസൊക്കെ നമുക്ക് കുറയ്ക്കാനും നമ്മുടെ ചെടിയെ പരമാവധി ഉത്തേജിപ്പിക്കാനും ഈ ഒരു ബയോളജിക്കൽസ് നമ്മളെ സഹായിക്കും. നമ്മളെ സ്യൂഡോമോണസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ടീരിയ വൈപ്പ് എന്നുള്ള പേരിൽ കിട്ടും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 ml മതി ഒരു ലിറ്ററിൻ്റെ അകത്തേക്ക്. അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് ബാസിലസ് സബ്സ്റ്റിറ്റൻസ് ആണെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മിൽഡോൺ എന്നാണ് പേര്, അത് 2 ml മതി. ഇത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെടിക്കൊരു നല്ല രീതിയിലുള്ള ഉത്തേജകവും കിട്ടും, നമുക്കൊരു റെസിസ്റ്റൻസ് പവറും കിട്ടും. അതിൻ്റെ കൂടെ നമ്മുടെ ഈ 5G എന്നുള്ള ടോണിക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു വളത്തിന് തുല്യമാണ്. നമുക്ക് നല്ല രീതിയിലുള്ള ഈൽഡും നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. കൂടുതൽ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.